വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. വിശുദ്ധ കാബയിലെ കറുത്ത കിസ്വ നീക്കിയപ്പോൾ 1500 വർഷങ്ങൾക്കു ശേഷം കണ്ടൊരു മഹാത്ഭുതം. ആ അത്ഭുതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ വിശുദ്ധ കാബയുടെ ഒരു കിസ്വ നമുക്കറിയാലോ, കറുത്ത കിസ്വയാണ്. ആ ഒരു കറുത്ത കിസ്വ നീക്കിയ സമയത്ത് കഴിഞ്ഞ ദിവസമാണ് വിശുദ്ധ കാബയുടെ ചുമരുകളൊക്കെ വൃത്തിയാക്കുന്നതിന് ഭാഗമായിട്ട് ഈ കറുത്ത കിസ്വ നീക്കുന്നത്. ഈ വിശുദ്ധ കാബയുടെ ഒരു കിസ്വയുടെ നിറം കറുപ്പാണ്. ഹബീബായ നബിയുടെ കാലത്തിന് മുൻപ് ഈ വിശുദ്ധ കാബയുടെ കിസ്വയുടെ പല കളറുകളുണ്ടായിരുന്നു. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാബ നിർമ്മിച്ചിട്ട് ആദ്യ കാലങ്ങളിൽ ഇതിന് കിസ്വയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് തുബ്ബ എന്നു പേരുള്ള ഒരു രാജാവാണ് ആദ്യമായിട്ട് ഈ കാബക്ക് കിസ്വ അണിയിപ്പിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് 3 കളറുകളുള്ള കിസ്വ ഉള്ളത്. ഒന്ന് പച്ച കളറ്, ഒന്ന് ചുവപ്പ് കളറ്, മറ്റൊന്ന് വെളുത്ത കളറ്. ഇങ്ങനെ 3 കളറുകളിൽ പല വർഷങ്ങളിൽ കിസ്വ ഉണ്ടായിരുന്നു. ഹബീബായ നബിക്ക് ഏറ്റവും ഇഷ്ടം വെളുത്ത കിസ്വയായിരുന്നു അത്രേ. ഇത് മനസ്സിലാക്കിയ സ്വഹാബികളിൽ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു, അങ്ങനെ 4 ഖലീഫമാരുടെ കാലത്തും ഈ കാബക്ക് വെളുത്ത കിസ്വയായിരുന്നു. അങ്ങനെ വെളുത്ത കിസ്വ എന്ന് പറഞ്ഞാൽ ഹബീബായ നബിക്ക് ഇഷ്ടമാണ്. ചില സഹാബികളോട് നബി ചുവപ്പ് കളറുള്ള കിസ്വയും എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നീട് ഈ ഒരു 4 ഖലീഫമാരുടെ കാലശേഷം അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മക്കം ഭരിക്കുന്ന ഒരു സമയത്ത് വിശുദ്ധ കാബക്ക് ചുവന്ന യമനിൽ നിന്ന് വന്ന ചുവന്ന പട്ടുകൊണ്ടുള്ള കിസ്വ അതായിരുന്നു കാബക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഈ കാബയുടെ കിസ്വയൊക്കെ മാറി. അതായത് 4 ഖലീഫമാർക്ക് ശേഷം പിന്നീട് വന്ന ഭരണാധികാരികളായിരുന്ന ഉമയ്യദ് വംശം ഒരു പച്ച നിറത്തിലുള്ള കിസ്വയാണ് കാബക്ക് അണിയിച്ചിരുന്നത്. അവർക്ക് പച്ചയായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഒരു കാലത്തും ഒരു ഭരണാധികാരിയും ബ്ലാക്ക് കിസ്വ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഉമയ്യദ് വംശം ഒരു 93 വർഷത്തോളം അവർ നാട് ഭരിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന അബ്ബാസിയ ഖലീഫമാരുടെ തുടക്കകാലത്തൊക്കെ ഇതേ പച്ചയായിരുന്നെങ്കിലും പിന്നീട് കുറച്ചു കാലം അത് ചുവപ്പായി മാറി. പിന്നീട് അത് ബ്ലാക്കായിട്ട് മാറി. അബ്ബാസിയ ഖലീഫകൾ നാമമാത്രമായി. പിന്നീട് മംലൂക്കുകൾ ഉണ്ടായി, തുർക്കി ഭരണകൂടങ്ങൾ ഉണ്ടായി. അപ്പോഴും ഇതെന്തായിട്ട് മാറി? ഈ ഒരു ബ്ലാക്കായിട്ട് മാറി. അതായത് ആദ്യമുണ്ടായത് വെള്ള, പിന്നീട് ചുവപ്പ്, പിന്നീട് പച്ച, പിന്നെയും ചുവപ്പ്, പിന്നീട് അബ്ബാസി ഭരണകൂടത്തിൻ്റെ അവസാനമൊക്കെ സമയം, അതായത് അതിൻ്റെ ഒരു മധ്യകാലഘട്ടത്തിലെത്തിയപ്പോൾ അതിന് ബ്ലാക്ക് കളറായി. പിന്നീട് വന്ന മംലൂക്ക് വംശവും ഓട്ടോമൻ സാമ്രാജ്യമൊക്കെ ഈ കറുപ്പ് അങ്ങനെ കണ്ടിന്യൂസ് കൊണ്ടുപോയി. അങ്ങനെ പിന്നീട് അത് സൗദി ഭരണകൂടം, ഇന്നത്തെ ആധുനിക സൗദി ഭരണകൂടത്തിൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും വിശുദ്ധ കാബക്ക് നൂറ്റാണ്ടുകളായിട്ട് ഈ കറുത്ത കിസ്വയാണ് ഉണ്ടായിരുന്നത്. അതിൽ നല്ല സ്വർണ്ണ നൂലുകൾ കൊണ്ട് ഖുർആനിൻ്റെ വചനങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ കാബയുടെ ചുവരുകളൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ച് നേരത്തേക്കാണെങ്കിലും ഹബീബായ നബി ഇഷ്ടപ്പെട്ടതുപോലെ, ഹബീബായ നബിയുടെ കാലത്തുള്ളതുപോലെ 1500 വർഷങ്ങളുള്ളതുപോലെ ഒരു വെളുത്ത കിസ്വ അണിയിച്ചിട്ട് കാബയെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മാഷാ അല്ലാഹ് വളരെ സന്തോഷമുള്ളൊരു കാഴ്ച. ഹബീബായ നബിക്കൊരു കറുത്ത കിസ്വ അണിയുന്നതിനോട് പ്രത്യേകിച്ച് വിയോജിപ്പുകളൊന്നുമില്ല. ഇസ്ലാമിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കളറിനോട് പ്രത്യേക വിരോധമോ പ്രത്യേക ഒരു അനുഭാവമോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കാബയുടെ കിസ്വ പലരും എന്നോട് ചോദിക്കലുണ്ട്, മാഷേ ഇതെന്താ കാബക്ക് ഒരു ബ്ലാക്ക് കിസ്വ, ഈ ബ്ലാക്കിനോട് വലിയ പ്രത്യേകതയുണ്ടോ? ചില ആളുകൾക്ക് ബ്ലാക്ക് ഇഷ്ടമല്ല. കറുത്ത ചെരുപ്പിട്ടാലും മറവി രോഗം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കറുപ്പ് ഡ്രസ്സ് നല്ലതല്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. കറുപ്പിനോട് അങ്ങനെ പ്രത്യേക വിരോധമോ പ്രത്യേക താല്പര്യങ്ങളോ, അതൊക്കെ വെറും കളറ്, പച്ചയോട് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാബയുടെ കിസ്വയ്ക്ക് ഈ കളറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1500 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ കാബ അതിൻ്റെ ഒരു അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ട് വെളുത്ത കിസ്വ അണിയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പല അറേബ്യൻ റൈറ്റേഴ്സും എഴുതി 1500 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാബ ഇതാ വെള്ള പുതപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാബയുടെ കിസ്വയുടെ ഈ ചരിത്രം, കാബയുടെ കിസ്വയുടെ ഈ കളറിൻ്റെ ചരിത്രം ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇത്തവണ ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്. ആരെങ്കിലും ഇത്തവണ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ സന്തോഷം ഒന്ന് പങ്കുവെക്കണേ. എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനും അത് നിർവഹിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. തവണ എന്തോ വിമാനത്തിൻ്റെ യാത്രാകൂലിയൊക്കെ വർദ്ധിക്കും, സംഘർഷ സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ട് എന്നൊക്കെ വാർത്തകൾ കണ്ടിരുന്നു. എന്തായാലും വളരെ ആരോഗ്യത്തോടു കൂടി ഹജ്ജ് ചെയ്യാനും ഉംറയൊക്കെ ചെയ്യാനും അത് കഴിഞ്ഞ് നാട്ടിലേക്ക് സന്തോഷത്തോടെ തിരികെ വരാനും ഒക്കെ അവർക്ക് അല്ലാഹു എല്ലാ ആരോഗ്യവും ആയുസ്സും തൗഫീഖും അല്ലാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാബയുടെ കിസ്വയുടെ ചരിത്രം ഞാൻ പറയാൻ കാരണം പല ആളുകൾക്കും ഈ കാബയുടെ കിസ്വയുടെ കഥകൾ പലപ്പോഴും അറിയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പങ്കുവച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനോടൊപ്പം വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഗൗരവപ്പെട്ടൊരു കാര്യം. ചേർത്തലയിലെ ഒരു ഹോട്ടലിൽ ഒരു മെഹർ മന്തി, അതായത് ഒരു മെഹർ മന്തിക്കട, മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്നൊരു കടയിൽ കഴിഞ്ഞ വിഷുവിൻ്റെ ഒരു ഹാപ്പി വിഷുവിൻ്റെ പോസ്റ്റർ ഇറക്കി, വിഷു ആശംസാ പോസ്റ്റർ. ആ പോസ്റ്ററിൽ
അവരൊരു മന്തിക്കടയായതുകൊണ്ട് മന്തിയുടെ ഫോട്ടോയും ഇപ്പുറത്ത് ശ്രീകൃഷ്ണൻ്റെ ഒരു ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. ഒരു ഹിന്ദുക്കളുടെ ഒരു ആഘോഷമോ ഒക്കെ വരുമ്പോൾ അവരുടെ ദൈവത്തിൻ്റെ ഒരു ചിത്രം വെച്ചിട്ട് ഒരു നോണിൻ്റെ, അതായത് ഭക്ഷണം, ഒരു കുഴിമന്തിയുടെ ഫോട്ടോ വെക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമായ ഒരു കാര്യമാണ്. പക്ഷേ എന്തോ ഒരു നിർഭാഗ്യകരത്തിന് ആ ഹോട്ടൽ ഉടമകൾക്ക് ഡിസൈൻ ചെയ്തിട്ട് വന്നൊരു പിഴവാണ്. എന്തായാലും അത് ശരിയല്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പിഴവ്. അതൊരു വലിയ വിവാദമായിട്ട് മാറി. ആ ഹോട്ടൽ ഉടമ മാപ്പൊക്കെ പറഞ്ഞു. പക്ഷേ ഈ മാപ്പൊന്നും അംഗീകരിക്കാതെ ഇതൊരു മുസ്ലിം വിരുദ്ധമായൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ആ ഒരു വിഷയം കൂടി നമ്മൾ പറയാനുണ്ട്. അപ്പോൾ ആ ഹോട്ടൽ ഉടമയുടെ മാപ്പൊന്ന് കേൾക്കാം. മെഹർ മന്തി ആൻഡ് ഗ്രിൽസിന്റെ മാനേജിംഗ് പാർട്ണേഴ്സിൽ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ഷമീർ എന്നാണ്. വളരെ വേദനാജനകമായ ഒരു നിമിഷമാണ് നമ്മൾ ഇപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഈ കഴിഞ്ഞ വിഷു ഏപ്രിൽ 15-ന് നമ്മൾ ഒരു ആശംസ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി. പക്ഷെ അത് ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വന്നപ്പോൾ തന്നെ അതൊരിക്കലും നമുക്കൊരു സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ പറ്റുന്ന ഒരു പോസ്റ്റർ അല്ലാന്ന് കണ്ട് നമ്മൾ പിൻവലിക്കുകയും അതിന് പകരം ഏറ്റവും നല്ലൊരു പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി എല്ലാവരിലേക്കും ആശംസകൾ എത്തിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു 2 പോസ്റ്ററും നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് ഒരാൾ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് വളരെ താമസിയാതെ തന്നെ അത് പിൻവലിക്കുകയും, പക്ഷേ നമ്മളുടെ ഒരു നിർഭാഗ്യവശാലുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോസ്റ്റ് ആരൊക്കെയോ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയുണ്ടായി. സോ അങ്ങനെ ഒരു പ്രോബ്ലം വന്ന സമയത്ത് ഇത് മാക്സിമം ഇപ്പോൾ ചേർത്തല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, കേരളത്തിലും അതുപോലെ തന്നെ ട്വീറ്റ് ചെയ്ത് ഇന്ത്യ മൊത്തം ഈ ഒരു പ്രശ്നം മാക്സിമം ആൾക്കാരിൽ എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ ഒരിക്കലും ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്തൊരു കാര്യമല്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് പോലും, ഇതിപ്പോൾ ഏകദേശം സമയം 2 മണിയോളം ആകാറായി, നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പോസ്റ്റ് ചെയ്യാൻ റീസൺ കാരണം നമ്മളുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇത് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളിത് ആരെയും വേദനിപ്പിക്കാനോ ഒന്നിനും വേണ്ടിയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ 2 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, അതിനകത്ത് ഒരെണ്ണം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പിൻവലിക്കുകയും, പക്ഷേ വാട്സപ്പിൽ മാത്രം, നമ്മൾ മറ്റു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഈ ഒരു പോസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ മനഃപൂർവ്വം ഇത് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിലാണ്. സോ ഇതുകൊണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, ഇത് നമ്മളൊരു മതപരമായോ ഒന്നുമല്ല കാണുന്നത്. കാരണം നമ്മൾ എല്ലാ മതങ്ങളെയും എല്ലാ ആചാരങ്ങളെയും നമ്മൾ ഒത്തിരി അധികം റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം നമ്മൾ താമസിക്കുന്ന കേരളത്തിലാണ്. സോ അത് ആ ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ ആഘോഷങ്ങളും നമ്മൾ വളരെ വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഈ ഒരു 1.5 വർഷക്കാലമായി നമ്മൾ മെഹർ നടത്താൻ തുടങ്ങിയിട്ട്. സോ എല്ലാ കാര്യങ്ങളും വിഷു ആയാലും ഈസ്റ്റർ ആയാലും ക്രിസ്മസ് ആയാലും എല്ലാം നല്ല രീതിയിൽ ആഘോഷിക്കുന്ന കുറച്ച് കൂട്ടുകാർ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ്. സോഷ്യൽ മീഡിയ വഴി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉള്ള രീതിയിലുള്ള കുറേ കമന്റുകൾ നമ്മൾ കാണുന്നുണ്ടായി. അതും നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മൾ ആരെയും മനസ്സിലാക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആരും നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്ന പോലുമില്ല. കുറ്റപ്പെടുത്തലുകൾ ഒത്തിരി ഉണ്ട്. ഇതൊന്നും പ്രശ്നമില്ല. കാരണം അത് ചെയ്യുന്നവരെ മാനസികാവസ്ഥ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. കാരണം ഇതൊരു മതപരമായി ഒരു ദൈവത്തെ അവഹേളിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ നമ്മൾ നീതിപരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഉണ്ടായതിൽ ഈ ഒരു മാനേജ്മെന്റിന്റെ പേരിൽ ഒത്തിരി 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 താഴ്ന്ന ലെവലിൽ എല്ലാവരോടും മാപ്പി ചോദിക്കുന്നു. ഇതിന്റെ പ്രശ്നങ്ങൾ എന്തായാലും അത് എത്രയും പെട്ടെന്ന് എല്ലാവരും പൊരുത്തപ്പെട്ട് തന്ന് വീണ്ടും നിങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോട്ടൽ ഉടമ മാപ്പ് പറയുകയും ചെയ്തു. അതിനുശേഷം ആ ഹർഷാദ് എന്ന പേരിൽ അറസ്റ്റിലായി, അയാൾക്ക് ജാമ്യം കിട്ടി പുറത്തു വന്നു. അപ്പോൾ അയാൾ പറയുന്നത് മനഃപൂർവ്വമല്ല, അങ്ങനെ ആയിപ്പോയതാണ്. എന്താണെങ്കിലും നിങ്ങളാ ചെയ്തത് 100% തെറ്റാണ്. ഒരു ബിസിനസ്സുകാരാണ്, ഒരിക്കലും ബിസിനസ് തകരണം എന്ന് കരുതിയിട്ട് അവരത് ചെയ്യില്ല. അവരൊരു അശ്രദ്ധയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ളൊരു ചിന്തയില്ലായ്മയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത ഒരാളെ പിഴവ് എന്തോ ആയിരിക്കാം. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റാണ് ഹോട്ടൽ ഉടമകൾ കയ്യിലുണ്ടായത്. പക്ഷേ നമ്മളിപ്പോൾ അതിൻ്റെ പേരിൽ വർഗീയ വിദ്വേഷങ്ങൾ നടന്നുകൊണ്ട് പരിഹാരമുണ്ടോ? ഇല്ല. മതങ്ങൾ എന്ന് പറഞ്ഞാൽ സാഹോദര്യം സ്നേഹവും ഒക്കെ പങ്കുവെക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ മറ്റേതു മതങ്ങളെക്കാളും വിശാല മനസ്കരായ ആളുകളാണ്. അപ്പോൾ ഈ വിഷയത്തിന് ഒരിക്കലും നമ്മളൊരു വർഗീയമായിട്ട് എന്ത് ചെയ്യരുത്, കൈകാര്യം ചെയ്യരുത്. പലപ്പോഴും അത്തരം താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവാം. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മുസ്ലിം പെരുന്നാളിന് അല്ലെങ്കിൽ ഒരു നബിദിനത്തിന് മക്കയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഹബീബായ നബിയുടെ ഫോട്ടോ എങ്ങാനും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് പന്നി ഇറച്ച് കൂടെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും മുസ്ലിങ്ങളുടെ ഹാല്? ഹോട്ടൽ അടിച്ചു പൊളിക്കണം, ആ ഹോട്ടൽ നോക്കി വെച്ചോ, പിന്നെ അയാളുടെ ഫോട്ടോ വെച്ച് പന്നിയുടെ ഫോട്ടോ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വർഗീയ വിദ്വേഷ രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായി. അദ്ദേഹം നിയമപരമായിട്ട് നടപടി നേരിടുന്ന ഒരാളാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയിട്ടുള്ളത്. അതൊക്കെ അല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. ആശംസകളൊക്കെ അറിയിക്കാം.
പക്ഷെ അതിങ്ങനെ ഈ രീതിയിൽ ചിക്കനൊക്കെ വെച്ചിട്ട് അവൽ ഒരാളെയും ഒരു ഹൈന്ദവ സഹോദരനെ എങ്ങാനും പ്രകോപിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളതിനോട് യോജിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്യരുത്. എന്തായാലും പരസ്പര മതങ്ങൾ തമ്മിലുള്ള സ്നേഹവും സൗഹാർദ്ദമാണ് വേണ്ടത്. കൂട്ടത്തിൽ ആ വിഷയം ഞാൻ പറഞ്ഞത് മാത്രം. വിശുദ്ധ കാബയിലെ കിസ്വയുടെ ചരിത്രം എനിക്ക് ഇഷ്ടമായെങ്കിൽ പ്രത്യേകം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.